റൈഡ്, ഒരു വീക്കെൻഡ് റൈഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ വണ്ടിയുടെ ശബ്ദം കേട്ട് നായ പിന്നാലെ ഓടി വന്നു. ഞാൻ വിചാരിച്ചു എന്റെ പിന്നാലെ അങ്ങ് ഓടി വരിക, കാരണം അവര് മുന്നിലാണല്ലോ. ഏറ്റവും അവസാനം വരുന്നത് ഞാനാണ്. ഭാഗ്യം, കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഫ്രീസറിലേക്ക് കയറുന്ന പോലെ ആയിരിക്കും കുറച്ച്. ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളിപ്പോൾ ഇന്നൊരു പുതിയ യാത്ര പോവാണ്. ജസ്റ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ കൺഫേം ആയ ഒരു യാത്രയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് തീരുമാനിച്ചു. ഇപ്പോൾ രാവിലെ 5:45. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ മുതുവരയിലുള്ള പെട്രോൾ ബങ്കിൽ പെട്രോൾ ഫില്ല് ചെയ്യാൻ കയറി. അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി മുന്നിൽ 2 പേരുണ്ട്. അവരുടെ വീട് ഇവിടെ തന്നെയാണ്. ഒരാളുടെ വണ്ടി, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയണം. മുന്നിലത്തെ വണ്ടി സൂപ്പർ മീറ്റിയർ ആണെന്ന് എനിക്കറിയാം. മറ്റേ വണ്ടി കവാസാക്കിയുടെ ഏതൊരു വണ്ടിയാണ്, പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പേര് മറന്നുപോയി, മുന്നേ അറിയായിരുന്നു. നമ്മളിപ്പോൾ മൂന്നാർ ലക്ഷ്യമാക്കിയിട്ട് പോണത്. എവിടേക്കാണെന്ന് നേരത്തെ പറഞ്ഞില്ല, കാരണം അവിടെ കുറച്ച് ട്രാഫിക് വന്നപ്പോൾ കുറച്ച് ഡൗട്ടായി. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോഴാണ് ഒരു ഗ്രൂപ്പ് റൈഡിന് പോകുന്നത്. മറ്റേതൊന്നും സോളോ റൈഡല്ലേ പോകാറ്. അപ്പോൾ അവരൊരു ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വണ്ടിയാണെങ്കിൽ കൂടി. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ നോർമലി ഒറ്റയ്ക്ക് പോകുന്ന പോലെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. അത് ഞാൻ പിന്നെ സ്ലോ ആക്കി ബാക്കിലേക്ക് എടുത്തേ. അവർ പൈലറ്റുകളായിട്ട് മുന്നിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. റൂട്ടും കാര്യങ്ങളും അവർ നോക്കിയോളൂ. ഒരു റൈഡ്, ഒരു വീക്കെൻഡ് റൈഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ഈ സമയത്തുള്ള വിഷ്വൽസൊന്നും അങ്ങനെ വലിയ ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല. നമുക്കപ്പോൾ കുറച്ച് വെളിച്ചമായതിനു ശേഷം ബാക്കിയുള്ള വിഷ്വൽസ് കാണാം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് ഇപ്പോൾ വെറുതെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി ഫില്ലാക്കണ്ടല്ലോ. മെമ്മറിയും ഫില്ലാവും, നമ്മുടെ ബാറ്ററിയും തീരും. അതിനുമ്പം കുറച്ചും കൂടി വെളിച്ചുള്ള സമയത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാനും വൃത്തിയുണ്ടാവും. ഫൈനലി ഞങ്ങൾ മണ്ണുത്തി അല്ല, നടത്തറ വന്ന് കയറി. തൃശ്ശൂർ മറ്റേ ഹൈവേയിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ പാലിയേക്കര അടുത്ത് ചെന്നിട്ട് നമ്മൾ ഒരു ടീ ബ്രേക്ക് എടുക്കാനുള്ള പ്ലാനിലാണ്. ഒന്നും കാണുന്നുണ്ടാവില്ലല്ലേ? ഇപ്പോൾ കാണുന്നുണ്ടാവും എന്തായാലും. ആ വണ്ടിയുടെ ശബ്ദം കേട്ട് നായ പിന്നാലെ ഓടി വന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ പിന്നാലെ അങ്ങ് ഓടി വരിക, കാരണം അവർ മുന്നിലാണല്ലോ. ഏറ്റവും അവസാനം വരുന്നത് ഞാനാണ്. ചിലപ്പോൾ എൻ്റെ പിന്നാലെ എങ്ങനെ വന്നതാന്ന് വിചാരിച്ചു. ഭാഗ്യം, കുഴപ്പമുണ്ടായില്ല. ഫൈനലി നമ്മൾ പാലിയേക്കര എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു ടീ ബ്രേക്ക് എടുക്കാം. ആ കയറി ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നുണ്ട് ടീ ബ്രേക്കിനെ നിർത്തണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത്. എന്തായാലും അവിടെ കയറി നമുക്കൊന്ന് വണ്ടികൾ ലൈനപ്പ് ചെയ്തിട്ട്, ആകെ 3 വണ്ടിയുള്ളൂ, എന്നാലും നമുക്ക് 3 വെച്ചിട്ടൊരു ഷോട്ട് എടുക്കാമെന്ന് നോക്കാം. അങ്ങനെ ചായകുടി കഴിഞ്ഞ് നമ്മുടെ പാലിയേക്കരയിൽ നിന്ന് വിട്ടു. നേരം പരപരാന്ന് വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് നല്ല ഒരു റെഡ് കളറിൽ സൂര്യൻ പൊങ്ങി വരുന്ന കാണാനുള്ള ഒരു വിഷ്വൽ കിട്ടുമെന്ന് വിചാരിക്കാം നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ക്യാമറയിൽ അതിന് മാത്രം വൃത്തിയായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ഐഫോണൊക്കെ ആണെങ്കിൽ ഒന്നുകൊണ്ട് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യായിരുന്നു. ഇതിലിപ്പോൾ അത്രയും ലോങ് ഉള്ള വിഷ്വൽസ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടില്ല. നമുക്ക് ഈ ചുറ്റുവട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഒന്ന് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചേട്ടന്മാർ മുന്നിൽ പോയി. അവരാണ് നമ്മുടെ പൈലറ്റ്സ് പ്രസ്ത. ഞാൻ അവരെ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. സാധാരണ ഞാൻ തന്നെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്ക് മാപ്പ് സെറ്റ് ചെയ്തിട്ടാണ് സാധാരണ പോക്ക്. ഇപ്രാവശ്യം ആ ഒരു ടെൻഷൻ ഒഴിവാണ് എനിക്ക്. ഇവിടെ മൊത്തം റോഡ് പണി കാരണം ആകെ പൊളിച്ചിട്ട്, റോഡ് പണിയല്ല പാലം പണിയാണ് ആക്ച്വലി. ഇവിടെ തൃശ്ശൂർ വരെയുള്ള ആൾക്കാർക്ക് അറിയാം.
അല്ലെങ്കിൽ എറണാകുളം ടു പാലക്കാട് പോകുന്ന ആൾക്കാർക്ക് അറിയാം ബുദ്ധിമുട്ട്. കാരണം ഇവിടെ പുതുക്കാട് പൊളിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് അവിടെ മുന്നിൽ എവിടെയോ പൊളിച്ചിട്ടുണ്ട്. എല്ലായിടത്തും റോഡ് പണി കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാലം പണിയും ബ്ലോക്കാണ് നിറച്ച്. ഡൈവേർഷൻ എടുത്ത് പോകണം, നിറയെ പൊടിയാണ്. വീണ്ടും നന്നായി നേരം വെളുത്ത് തുടങ്ങി. നേരം പരപ്പരാന്ന് പലർന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം വരില്ലേ, നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള വിഷ്വൽസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഏർലി മോർണിംഗ് ആണല്ലോ എപ്പോഴും നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടുക. ഏർലി മോർണിംഗ് ഇൻ ദ സെൻസ് രാവിലെ ഒരു 7 to 10 ഇടയിലാണ് കുറച്ച് നല്ല വൃത്തിയുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടുക. പിന്നെ നമ്മുടെ ക്യാമറയിൽ മറ്റേ ലെൻസ് മറ്റേ ഗ്ലെയർ കട്ട് ചെയ്യാനുള്ള ഫിൽറ്ററൊന്നുമില്ല, അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നോക്കിയേ, അവിടെ നിന്നാണ് സൂര്യ ഉദിച്ചു വരുന്നതുകൊണ്ട് നല്ല ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ആ കുന്നുകളുടെ അപ്പുറത്തൊക്കെ നല്ല ചുവപ്പ് കളറിൽ നിൽക്കുന്നുണ്ട്. ആ സൈഡിൽ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് ക്യാമറയിൽ കിട്ടില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഗോൾഡൻ ലെയറായിട്ട് ആ ക്ലൗഡ്സിലേക്കൊക്കെ സൺലൈറ്റ് അടിച്ച് കയറിയിട്ട് നല്ല രസമായിട്ട് പൊങ്ങി വരുന്ന സൂര്യൻ. കുറച്ച് കഴിഞ്ഞാൽ സൂര്യേട്ടൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണിക്കും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് സൂര്യേട്ടൻ കലിപ്പിലാണ്, നല്ല ചൂടാണേ. ഇപ്പോൾ നിലവിൽ നല്ല തണുപ്പാണ്, വലിയ സീനൊന്നുമില്ല. ഒരു 10 മണി കഴിഞ്ഞാൽ തീരുമാനമാവും. അതിനു മുന്നേ നമുക്ക് ലക്ഷ്യസ്ഥാനം പിടിക്കണം, അല്ലെങ്കിൽ വെന്ത് ഉരുകി പോവും നമ്മൾ. അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ തിരിച്ചിറങ്ങാമെന്നാണ് പ്ലാൻ. പിന്നെ മൂന്നാറിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് വലിയ ചൂടുണ്ടാവില്ലായിരിക്കാം. ഞാൻ പണ്ടൊരിക്കത് പോലെ പോയിട്ടുണ്ട് വേനൽക്കാലത്ത്. പക്ഷെ ആ നേരിയമംഗലം പാലം കഴിഞ്ഞാൽ പിന്നെ ഉടനടി നല്ല കൂളിംഗ് ആണ്. അത് വേറെ നല്ല ചൂടായിരുന്നു. നേരിയമംഗലം പാലം കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആവുക ചെയ്തത്. നല്ല ഒരു തണുപ്പുള്ള കൂൾ ക്ലൈമറ്റിക്ക് ഒരു നേരെ ഫ്രീസറിലേക്ക് കയറിയ പോലെ കയറിപ്പോയത്. അങ്ങനെ സൂര്യേട്ടൻ മേലേക്ക് ഉദിച്ച് പൊങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ടോ, അതെ യെസ്, എൻ്റെ പൊന്നെ എന്ത് രസം കാണാനായിട്ട്. കുറെ കുന്നുകളുടെ ഇടയിൽ കൂടെ അത് കാണാനുണ്ട് കേട്ടോ. നന്നായി ഉണ്ടാവും വിഷയിൽ കാണാനായിട്ട്. ആ ഒരു കാഴ്ച എന്തായാലും നന്നായിട്ടുണ്ട്. വല്ല പാലത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി വൃത്തിയായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഞാൻ അകലെന്നൊക്കെ ഉള്ളൊരു ഇത് സൈറ്റാണ് എനിക്ക് കിട്ടിയോളൂ. നന്നായിട്ട് എന്തായാലും കൊള്ളാം. അങ്ങനെ ഫൈനലി സൂര്യേട്ടൻ ഫുൾ ഗ്ലോയില് മേലേക്ക് പൊങ്ങി എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് യെസ് കണ്ടേ, വീണ്ടും ഒളിച്ചിരുന്ന ആള്. പിന്നെ നമുക്കൊരു വട്ടം കൂടി കാണാൻ പറ്റും. ഈ പാലത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ് വീണ്ടും കാണാൻ പറ്റും. വാവ്, അങ്ങ് കിഴക്കേ അറ്റത്ത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഫുള്ള് പോകും തോറും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും പുള്ളിക്കാരൻ. ആളെ ലക്ഷ്യമാക്കിയിട്ട് പോകേണ്ടി വരും നമ്മൾ. കണ്ണിലേക്ക് ക്ലിയർ അടിക്കും തോന്നുന്നുണ്ട് മിക്കവാറും. അതുപോലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മീൻസ് ഇന്നലെ വൈകിട്ട് ഞാൻ വന്നപ്പോഴും സൂര്യൻ നല്ല വലുതായിട്ട് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കിട്ടിയിട്ടാണ്. അന്നേരം ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നല്ല ക്ലോസ് ആയിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതും നല്ല ക്ലോസ് ആയിട്ടാണ് നമുക്ക് കാണാനുള്ളത്. വളരെ അടുത്ത് നമുക്ക് കാണാനുണ്ട്. ക്യാമറയിൽ മിക്കവാറും അത് ഗ്ലെയറായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നേരിട്ട് കാണാനായിട്ട് നല്ല മൊഞ്ചുണ്ട്. ഈ സൈഡിലേക്ക് വന്നപ്പോഴേ ഇവിടേക്ക് വന്ന് ഈ റൂട്ടിലേക്ക് കയറിയപ്പോൾ, അതായത് അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾ ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞു, മറ്റേ MC റോഡ് കയറി. അതിനുശേഷം കുറച്ച് ഒന്നും കൂടി നല്ലൊരു കുളിരുള്ള റൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തേക്കാളും ചൂട് കുറവുണ്ട് ഈ വഴിയിൽ. നേരത്തെ വന്ന അത്രയും സ്ഥലങ്ങളിലും നല്ല ചൂടായിരുന്നു. എനിക്കാണ് കൂടുതൽ വണ്ടികളും ഉണ്ടല്ലോ ആ വഴിയിൽ, ഹൈവേ അല്ലേ.
ഇതും ഹൈവേ തന്നെ സ്റ്റിൽ, പക്ഷേ ഇത് കുറച്ചും കൂടിയും മരങ്ങളും കാര്യങ്ങളും കൂടുതലുണ്ട് റോഡിൻ്റെ അടുത്ത് തന്നെയായിട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും തണുപ്പ് ഫീൽ ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം മഞ്ഞും കാണാനുണ്ട്. നേരത്തെ വന്ന സ്ഥലങ്ങൾ അധികം മഞ്ഞൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ആഹാ, ഇവിടെ ഇത് വെളിച്ചെണ്ണ മില്ലുണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്. ഓ, അത് പുറത്തേക്ക് തള്ളിക്ക് നോക്കിയേ. വീണ്ടും എന്താ ആ സൈഡിൽ സൂര്യൻ പൊങ്ങിയിരിക്കുന്നു. കാണാൻ കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. പക്ഷേ വളരെ മോശം റോഡ്. ഫൈനലി നമ്മൾ നേര്യമംഗലം എത്തിയിട്ടാ. നേര്യമംഗലം പാലം ക്രോസ് ചെയ്യാണ്. ഇവിടെ റോഡ് പണിയൊക്കെ ആയിട്ട് പകുതി ഇതുള്ളൂ, വൺ സൈഡ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. പിന്നെ ഈ പാലം ഓൾറെഡി ചെറുതാണ്. അപ്പുറത്ത് കൂടെ പുതിയ പാലം വരുന്നുണ്ട് അവിടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഫ്രീസറിലേക്ക് കയറുന്ന പോലെ ആയിരിക്കും കുറച്ച്. ഇങ്ങോട്ട് അടുക്കും തോറും ക്ലൈമറ്റ് ചെറുതായിട്ട് മാറുന്നുണ്ട്, നല്ല രീതിയിൽ തണുപ്പും കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിനി മുന്നോട്ട് നല്ല മൂന്നാറിൻ്റെ വിഷ്വൽസ് കാണാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഞാൻ കയറ്റി വിട്ടു. അവരിനി വെയിറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഞാനത് ക്യാമറ ഉള്ളിലായിരിക്കണ്ടായിരുന്നു. ആ ക്യാമറ എടുത്ത് മൗണ്ട് ചെയ്യാനായിട്ട് വീണ്ടും ഒരു വട്ടം നിർത്തി. ഇതാ ഒരു മല ഇറങ്ങി വരുന്ന കൊമ്പൻ. മൊത്തം റോഡ് പണി ആയതുകൊണ്ടേ അത്യാവശ്യം പൊടിയും കാര്യങ്ങളുണ്ട് റോഡിൽ. ഹെൽമെറ്റ് ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ മുഖത്തേക്ക് പൊടിയടിച്ച് കയറുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നമുക്ക് ആസ്വദിക്കായിരുന്നു. ആ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തണുപ്പും കാര്യങ്ങളും മുഖത്തേക്ക് കിട്ടും. അതിപ്പോൾ അത് പറ്റില്ല, നല്ലോണം പൊടിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ സൺലൈറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ അടിച്ച് മോർണിംഗ് തന്നെ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട്. പക്ഷെ റോഡ് പണിയുള്ള കാരണം ഒന്നും പറയാൻ പറ്റില്ല. എവിടെയാണ് കുണ്ടും കുഴിയെന്നുള്ളതും പിന്നെ മറ്റേ ലൂസ് ഗ്രാവൽസൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഷട്ടേ എന്നിട്ട് താഴ്ത്തിക്കാൻ പോകും. ചീയപ്പാറ വാട്ടർഫോൾസ് എത്തി, പക്ഷേ വെള്ളമൊന്നുമില്ല അവിടെ. ഇവിടെ നിർത്തുണ്ടോ? ഇവിടെ നിർത്തുണ്ടോ? വെള്ളമൊന്നുമില്ല. അതെ, അങ്ങനെ വീണ്ടും ഒരു ലൈനപ്പ്. ഒരു കാര്യമില്ല, അത് വെള്ളമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു വെള്ളമില്ല ഇവിടെ. ചീയപ്പാറ വാട്ടർഫോൾസ് വരണ്ട ഉണങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അവിടെ പ്രത്യേകിച്ച് വെള്ളം കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ വെട്ടടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഞാൻ ക്രോസ് ചെയ്ത ബൊലേറോക്കാരനുണ്ടല്ലോ, അയാൾ ഞങ്ങൾ കുറേ നേരമായിട്ട് ചേസ് ചെയ്യാൻ നോക്കുമായിരുന്നു. ചേസ് ചെയ്യാൻ മാത്രമല്ല, ഏകദേശം നമ്മൾ ഇടിച്ചിടുന്ന നല്ല രീതിയിലാണ് ആൾ നമ്മുടെ തൊട്ട പുറകിൽ കൂടിയായിരുന്നത്. പിന്നെ ഭാഗ്യത്തിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടിയപ്പോൾ നമ്മൾ വേഗം ആളെ ക്രോസ് ചെയ്ത് പോകുന്നു.
അങ്ങനെ ഇതാ വീണ്ടും അയാൾ ഞങ്ങളുടെ കൂടെ കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങളിന്ന് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് തിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇവരുടെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിന്റെ താഴെ എന്തോ ഒരു ക്വാർട്ടേഴ്സോ എന്തോ ഒരു വീടോ എന്തോ സംതിങ് ഉണ്ട്. എന്തായാലും സ്ഥലം കൊള്ളാല്ലേ സ്ഥലം. ഇവിടെ താമസിക്കാൻ നല്ല വൈബായിരിക്കും എന്തായാലും രാത്രിയാകുമ്പോൾ. പ്രത്യേകിച്ച് കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നന്നായിരിക്കും എന്തായാലും. അതിന്റെ ബാക്കിലൊക്കെ നല്ലൊരു വ്യൂ പോയിന്റ് കാണാനുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. ഞങ്ങളിവിടെ കുറച്ചധികം റിലാക്സ് ചെയ്തു. സോറി, എനിക്ക് ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ റിലാക്സിങ് മോഡിലായിപ്പോയി. എന്തായാലും സെറ്റപ്പ് സ്ഥലമായിരുന്നു. നല്ല ലഞ്ചും കഴിച്ചു ഇവിടെ നിന്ന്. ഇനി ഉറങ്ങാതിരുന്നാൽ മതി ഇവിടെ നിന്ന് പോകുമ്പോൾ. ഞങ്ങൾ ജസ്റ്റ് മേലെ കയറി ഒന്ന് താഴ്ത്തിക്ക് അപ്പുറം തന്നെ തിരിച്ചിറങ്ങും. എന്നിട്ട് ആനച്ചാല് വഴിക്ക് തിരിച്ചു പോകാനാണ് പ്ലാൻ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ച എന്തായാലും നന്നായിട്ട് കാണാനായിട്ട്. എന്താ രസമല്ല കാണാനായിട്ട്. എന്തായാലും നമ്മൾ താഴത്തേക്കാണ് പോകുന്നത്. ആ ഭാഗം ലക്ഷ്യമാക്കിയിട്ട് തന്നെ നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയിൽ കാണില്ലല്ലോ. നമുക്ക് ഈ മേലെ നിന്നാണല്ലോ നന്നായി കാണാൻ പറ്റുക. നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടുന്ന് നേരെ ആനച്ചാല് വഴി അടിമാലി ചെന്ന് കയറും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മള് അങ്കമാലി ലക്ഷ്യമാക്കി പോകാനാണ് പ്ലാൻ. ഇവിടെ നിർത്തണ്ടോ? നിർത്താനാണോ? ശബ്ദമൊക്കെ നൈസായിട്ട് പോയിട്ടുള്ള പോലെ ഉണ്ട്. തൊണ്ട ഒരു കിരകരപ്പുണ്ട്. ഒരു ആക്സിഡന്റ് കഴിഞ്ഞ വണ്ടി. റോഡ് ഇപ്പോൾ വീതി കൂടി സ്പേഷ്യസ് ആയപ്പോൾ എല്ലാ ആൾക്കാരും നല്ല പടപടയ്ക്കണേ.
അതുകൊണ്ടായിരിക്കാം. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്ന് കയറിയതാവാം, ചിലപ്പോൾ അവരങ്ങോട്ട് കയറി പോയതാവാം. നമ്മളും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീഡിൽ പോകുന്നുണ്ട്. 65-70 റേഞ്ച് നമ്മളും പിടിച്ച് പോകുന്നുണ്ട്. ആ വീട് കൊള്ളാലോ, നല്ല ഒതുങ്ങിയ ചെറിയ നല്ല ഭംഗിയുള്ള വീട്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ടല്ലോ. പുള്ളി ഞാൻ സ്ലോ ആക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് സ്ലോ ആക്കിയതാണ്. ആൾ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് സംസാരിച്ച് പോകാമല്ലോ. റോഡ് മൊത്തം ഇങ്ങനെ നല്ല വിരിച്ച് വീതി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വീതി കൂടിയതിന് പകരം അവർക്ക് നേരെ ഒരു ഒറ്റ ലൈൻ നാഷണൽ ഹൈവേ പോലെ ആക്കിയാൽ മതിയായിരുന്നു. അല്ല, ഇത് ഓൾറെഡി നാഷണൽ ഹൈവേ ആണ്. മറ്റേ സ്ട്രെയിറ്റ് ലൈൻ ആക്കാറുണ്ട് തിരിവുകളൊക്കെ ഒന്ന് ഇറക്കിയിട്ട്. പക്ഷേ വീടുകൾ ചിലപ്പോൾ പോകാതിരിക്കാൻ കുറേ അധികം, അതായിരിക്കും. അങ്ങനെ നമുക്ക് കോതമംഗലം എത്തിയപ്പോൾ കാണുന്ന മുതലിന് മുന്നിൽ കാണാൻ കിട്ടിയേക്കാണ്. വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടാൻ യാതൊരു വിധ വഴിയുമില്ല. ഫ്രണ്ട് വ്യൂ കിട്ടുന്നെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എടുക്കേണ്ടി വരും മുന്നിൽ പോയിട്ട്, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പെരുമ്പാവൂരത്തിനേക്കാളും കുറച്ച് മുൻപ് റൈറ്റ് തിരിഞ്ഞ് മലയാറ്റൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ചൊരു കാട്ടിക്കൂടെ പോയി നമുക്ക് നേരെ ചാലക്കുടിയിൽ വന്ന് കയറാം. അങ്ങനെ നമ്മുടെ റൂട്ടിൽ വീണ്ടും ഒരു ഡീവിയേഷൻ വന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് മലയാറ്റൂർ വഴിക്ക് പോകാനാണ്. മലയാറ്റൂർ വഴി പോയിട്ട് പിന്നെ മറ്റേ അതിരപ്പള്ളി സൈഡിലേക്ക് കിടക്കുകയാണ്. പക്ഷേ അപ്പോൾ അത് തൽക്കാലം ക്യാൻസലാക്കി. അത് ഇനി ലേറ്റ് ആവും കാട്ടിൽ കൂടെ കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും നേരെ ഇവിടെ നിന്ന് ഈ വഴി അങ്കമാലി നേരെ ചെന്ന് കയറാൻ പറ്റും. മഞ്ഞപ്ര റൂട്ട് എന്ന് പറയുന്നതിന് മലയാറ്റൂർ പള്ളിയുടെ സൈഡിൽ കൂടെ തന്നെ കൊണ്ട് പോകുന്നത്. എന്നിട്ട് നേരെ പോയി അങ്കമാലിയിൽ ചെന്ന് കയറും. എന്നിട്ട് പിന്നെ നമ്മുടെ ഹൈവേ പിടിച്ച് തന്നെ നേരെ പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഞങ്ങൾ ഫൈനലി അപ്പോൾ ഈ റൂട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം മറ്റേ റോഡ് നോക്കിയപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതാകുമ്പോൾ പിന്നെ ഒരു ഇത്തിരി പൊടിക്ക് വളയാണെന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഇത് ഷോർട്ടസ്റ്റ് റൂട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഞങ്ങൾ ഈ വഴി തന്നെ പോകാൻ വിചാരിച്ചു. മൂന്നാറിലധികം കാഴ്ചകളൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും അടുത്തൊരു റൈഡ് പോകുമ്പോൾ എന്തായാലും കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കുറച്ചും കൂടി കൂടുതൽ വീഡിയോസ് അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.